ഹലോ മച്ചന്മാരെ, നമ്മൾ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പൃഥ്വിരാജ് കുമാറിൻ്റെ അപ്കമിങ് മൂവികളായിരിക്കും പറയാൻ വേണ്ടി പോകുന്നത്. മലയാളത്തിൽ തന്നെ എന്താ പറയുക, യൂത്ത് സ്റ്റാർക്ക് വിശേഷം സാധിക്കുന്ന ഒരു നടൻ തന്നെ പൃഥ്വിരാജ് കുമാരൻ. കാരണം അദ്ദേഹം ഒരുപാട് എഫർട്ട് എടുത്തിട്ടുണ്ട് സിനിമ കരിയറിൽ എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ നിലയ്ക്ക് എത്താൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരുപാട് പരിഹാസങ്ങൾ ഏറ്റുപോകുന്നു. തൻ്റേതായിട്ടുള്ള എപ്പോഴും ഒരു മറുപടി ഉള്ള വ്യക്തി തന്നെയാണ് പൃഥ്വിരാജ് കുമാരൻ. മികച്ചൊരു ഡയറക്ടർ കൂടി തന്നെയാണ്, അതുപോലെ സിംഗറും എല്ലാം ഒക്കെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇനി റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ ഇനി ഷൂട്ടിംഗ് ഒക്കെ ഏകദേശം ആരംഭിച്ചുകൊണ്ട് ഇനി ഇത്രയായിരിക്കും നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. വെൽക്കം പൃഥ്വിരാജ് കുമാരൻ അപ്കമിങ് മൂവി അപ്ഡേറ്റുകൾ എല്ലാവർക്കും സാധനം വീണ്ടും ചെയ്യാണ്. ഏകദേശം 11 ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഷൂട്ടിംഗ് ഒക്കെ ആരംഭിക്കാൻ വേണ്ടി പോകുന്ന അല്ലെങ്കിൽ അപ്കമിങ് ചിത്രങ്ങളൊക്കെയാണ് 11 ചിത്രങ്ങളോളം ലിസ്റ്റിലുണ്ട് ഏകദേശം. അത് നമുക്ക് ഒന്നാം ചിത്രം നോക്കിക്കഴിഞ്ഞാൽ എമ്പുരാൻ എന്നാണ് ചിത്രത്തിൻ്റെ പേര്. നമ്മുടെ ലൂസിഫറിൻ്റെ ഒരു സ്ക്വയറാണ് എമ്പുരാൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ കാസ്റ്റ് നോക്കി നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, കൂടുതൽ കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഏകദേശം എമ്പുരാൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരു പൃഥ്വിയുടെ വലിയ ഡ്രീം പ്രൊജക്റ്റാണ് കാളികൻ എന്നാണ് മൂടെ പേര്. വലിയൊരു ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു മൾട്ടി യൂണിവേഴ്സിൽ ഒരു പാനൽ റിലീസ് ചെയ്യുന്നത്. പക്ഷേ കാളികനെ കൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും. പണ്ടൊരു മോശം പോസ്റ്റർ റിലീസ് ചെയ്തിരുന്നു, പിന്നീട് യാതൊരു അപ്ഡേറ്റും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും ആ ചിത്രം ആരംഭിക്കുക എന്നാണ് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയത്. കാളിനെ കുറിച്ച് ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൃഥ്വിരാജും വൈശാഖും ആദ്യമായി ഒന്നിക്കുന്ന, അതായത് മധുരരാജയ്ക്ക് ശേഷം വീണ്ടും ഒരു ലീഡിൻ്റെ റോളിൽ പൃഥ്വിക്ക് മുൻഗണന കൊടുക്കുന്ന ചിത്രമാണ് ടൈസൺ എന്നാണ് മൂടെ പേര്. ഇതൊരു എന്താ പറയുക, ദുബായിലൊക്കെ ആയിട്ട് പൂർണ്ണമായി ചിത്രീകരിക്കുന്നതാണ്. ഇതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള അവിടുത്തെ യുവാവിൻ്റെ കഥയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്യാങ്സ്റ്റർ മൂവിയാണെന്ന് പറയുന്നത്. എനിക്കൊന്നും തേജാബായി മലേഷ്യ ആണെങ്കിൽ ഇതൊരു ദുബായിൽ സൃഷ്ടിക്കുന്ന അതേപോലത്തെ ഒരു സ്റ്റോറി ആയിരിക്കും ഒരു പക്ഷേ ടൈസണിൽ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. വലിയൊരു ക്യാൻവാസിലെ ആക്ഷൻ മൂവിയാണ്. നമുക്കതിൽ 2025 ആയിരിക്കും അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടാമെന്നൊക്കെയാണ് പുതിയൊരു ന്യൂസ് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം വരാൻ വേണ്ടി പോകുന്നത് സലാർ 2 ആണ്. സലാർ 2ൻ്റെ ഷൂട്ടിംഗ് ഒക്കെ ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും 2025 ഡിസംബറിലായിരിക്കും റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന മറ്റൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 4 ചിത്രങ്ങളോളായി. അതിനുശേഷം ഖാലിദ് റഹ്മാനും പൃഥ്വിരാജും വീണ്ടും ഒന്നിക്കുന്ന പുതിയൊരു പ്രത്യേകത. ആദ്യമായിട്ടാണ് ഇവർ ഒന്നിക്കുന്ന പ്രത്യേകത, വേറൊരു കാര്യം തന്നെയാണ്. എന്നാലും ഖാലിദ് റഹ്മാൻ നമുക്കറിയാം തല്ലുമാലയൊക്കെ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മികച്ച ഒരു ഡയറക്ഷനും പൃഥ്വിയുടെ മികച്ച ഒരു ആക്ടിംഗ് ഒക്കെ ഒരു പക്ഷേ കാണാൻ സാധിക്കുന്നുണ്ടാവും. രോഹിത് VSൻ്റെ കൂടെ ഒരു ചിത്രം പൃഥ്വിരാജും വീണ്ടും ഒന്നിക്കുന്നുണ്ട്. നമുക്കറിയാം കള, അതുപോലെ ടിക്ക ടിക്ക എന്ന് പറയുന്ന ആസിഫിയുടെ പുതിയ ചിത്രമാണ്. അത് രണ്ടും ഡയറക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രോഹിത്. അപ്പോൾ അതിനുശേഷം ഇവർ വീണ്ടും ഒന്നിക്കുന്ന ചിത്രമായിരിക്കും. ടൈറ്റിലൊന്നും കാര്യങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ല. മറ്റൊരു അപ്ഡേറ്റുമായി വന്നിട്ടുള്ളത് മമ്മൂട്ടിയും പൃഥ്വിരാജും വീണ്ടും ഒന്നിക്കുന്ന പുതിയൊരു അപ്ഡേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലൂസിഫർ 3 എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ അപ്ഡേറ്റ് ആണ് ഇനി വരാൻ വേണ്ടി പോകുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ചിത്രം. അതുപോലെ തന്നെ മമ്മൂട്ടിയല്ല പൃഥ്വിരാജ് മഹേഷ് നാരായണൻ ഒന്നിക്കുന്ന ഒരു അപ്ഡേറ്റ് കിട്ടിയിരുന്നത്. അത് എത്രത്തോളം ശരിയാണെന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്രയേറെ ചിത്രങ്ങൾ. നിഹാസിൻ്റെ കൂടെ ചിത്രം വരുന്നുണ്ട്, നമ്മുടെ തല്ലുമാല ഡയറക്ടർ നിഹാസ്. അപ്പോൾ ഇതിൽ പൃഥ്വിയെ കൂടെ ദുൽഖറും ഉണ്ടെന്ന് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് കേട്ടിരുന്നു. ഏകദേശം ഒരു 90% റെഡിയാണ്. പൃഥ്വിരാജ് സുകുമാരനും ദുൽഖറും ആദ്യമായി ഒന്നിക്കുന്ന പ്രത്യേകത ഈ ചിത്രത്തിലുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ അതിൻ്റെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്നതാണ് മറ്റൊരു അപ്ഡേറ്റ് കിട്ടുക. പൃഥ്വിരാജും തിരക്കിലാണ്, എല്ലാവരും തിരക്കിൽ തന്നെയാണ്. ഏകദേശം 15 ചിത്രങ്ങളോളം ഇനി റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. പൃഥ്വിയുടെ കരിയറിൽ തന്നെ ഇനി വരാൻ വേണ്ടി പോകുന്ന വർഷങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം ഒന്നും തന്നെയല്ല, അതായത് മലയാളത്തിൽ പ്രമുഖ ഡയറക്ടർ അല്ലെങ്കിൽ യൂത്ത് ഡയറക്ടേഴ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ആക്ടിങ് കാര്യങ്ങളെല്ലാം തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. കാരണം എല്ലാവരും ചിത്രം പുതുമകൾ തന്നെയാണ്. നവാഗതരും പുതുമുഖനും നമുക്കറിയുന്ന ഒരുപാട് ഡയറക്ടറെ കൂടെ തന്നെയാണ് പൃഥ്വിയുടെ ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ പൃഥ്വിരാജിൻ്റെ ഇതിൽ ഏത് ചിത്രത്തിന് വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റിംഗ് എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കാര്യങ്ങൾ പരിഗണിക്കുക. അതായിരിക്കും ബൈ ഫ്രണ്ട്സ്.